വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമസ്കാരം. ഇന്ന് പാട്ടല്ല, ഇന്ന് പാചകമാണ്. പാചകത്തിന്റെ കൂടെ കുറച്ച് പാചകം കൂടെ ഉണ്ടാകും. ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചിക്കനാണ് ട്രൈ ചെയ്തത് അമ്മയുടെ നേതൃത്വത്തിൽ. ഇന്ന് അമ്മയുടെ നേതൃത്വത്തിൽ ട്രൈ ചെയ്യാൻ പോകുന്നത് മട്ടൻ ഡിംഗിരി. ഇതാ എന്റെ പാചകം ഒരടിപൊളി പാചകമായി മാറട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയിൽ ഞാൻ തുടങ്ങിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ഈ സാധനങ്ങളൊക്കെ കാണാലോ, എനിക്കും കാണാം. ഇത് ഉള്ളി, ഇത് കറിവേപ്പില, പിന്നെ എന്താണ് വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പിന്നെ ഇതിനകത്ത് ഓൾറെഡി കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നമ്മൾ മട്ടൻ വേവിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം വേവിക്കുന്നതൊക്കെ കാണിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം പോകും. അതുകൊണ്ട് ഞാൻ ആദ്യമേ അതങ്ങ് വേവിച്ചു വെച്ചു. വേവിച്ച മട്ടൻ നമുക്ക് ഇനി കാണാം. ഓപ്പൺ ചെയ്തു, നല്ല മണം വരുന്നുണ്ട്. ഓ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതെന്ത് ദുപ്പട്ടെ, ഇതെന്ത് ഇതുവരെ ഇല്ലാത്ത. ഞാൻ ഇതൊന്നും ഇട്ടിട്ട് അടുക്കളയിൽ കയറുന്നതിന് വളരെ ചുരുക്കമാണ്. പക്ഷെ കയറി കഴിഞ്ഞ് ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഞാൻ ഇടാറില്ല. പിന്നെ ഇന്ന് ജസ്റ്റ് നിങ്ങളുടെ മുന്നിൽ ഒരു ഷോ. അപ്പൊ ഗ്യാസ് നമുക്ക് ഓൺ ആക്കിയിട്ട് ഓണാവണേ. ഇനി ഈ പാൻ ഒന്ന് കുറച്ച് ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ പൊതുവെ എണ്ണ കുറച്ച് ഉപയോഗിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ എണ്ണയിൽ പിശുക്ക് കാണിക്കരുത്, മട്ടനാണ്. മതി. ഇപ്പുറത്തുനിന്ന് ആക്ഷൻ വരുന്നുണ്ട്. കുറച്ചുകൂടി ഇട്ടോ അത് മുണങ്ങ്. ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ടൂ മച്ച് എണ്ണയാണ്. പക്ഷെ ആ എണ്ണയൊന്നും അധികം ഇടാതെ ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറയും അയ്യോ ടേസ്റ്റ് കുറഞ്ഞു പോകാം. നമുക്കിത് ഈ സവാള ഇതിലോട്ടിടാം. നമ്മുടെ ഡിംഗിരി മട്ടൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണിത്. കുറച്ചുകൂടെ ഉപ്പിടാം. എനിക്ക് നല്ല ഉപ്പുള്ള കറി ഇഷ്ടം. എനിക്ക് ഉപ്പ് കുറച്ച് കൂടിപ്പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം എത്ര ഉപ്പ് വേണം അത്ര ഇടാം. നിങ്ങളുടെ എന്താണോ സ്വാദ് അനുസരിച്ച്. ഈ ഉള്ളി ഇങ്ങനെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം. അവരിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഇഞ്ചിയുടെ പഴക. അങ്ങനെ ആ ഇഞ്ചി നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടിരിക്കുന്നു. വെളുത്തുള്ളി നമുക്ക് ഇടാം. ഇളക്കല്ലേ പറയണ പോലെ കുറച്ച് അങ്ങോട്ട് ഇട്ടിട്ട് ഇളക്കാം. ഗ്യാസ് കുറച്ച് ലോ ആക്കി വെക്കാം. ഇങ്ങനെ ഡിംഗിരി മട്ടൻ. കുറച്ച് കറിവേപ്പില നമ്മൾ ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇതിന് കുറച്ചൊരു ഫ്ലേവർ, ഇതിന്റെ ആ ഒരു കറിവേപ്പിലയുടെ ഒരു സ്മെല്ല് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. എനിക്ക് കറിവേപ്പില ഭയങ്കര ഇഷ്ടമാണ്. ഭക്ഷണത്തിന് ശേഷം നമുക്ക് കറിവേപ്പില വെറുതെ ചവച്ച് കഴിക്കാം. വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറി കിട്ടും. ഔഷധ ഗുണമുള്ള ഒരു ഇലയാണ്. ഒരുപാട് ഇങ്ങനെ നമ്മൾ ആൾക്കാർ പറയുമല്ലോ കറിവേപ്പില പോലെ എടുത്ത് കളഞ്ഞു. കറിവേപ്പിലയുടെ ഒരു ഔഷധ ഗുണം ആർക്കും പൊതുവെ കുട്ടികൾക്കൊന്നും മനസ്സിലാവാത്തൊരു കാര്യമാണ്. നമുക്കവരെ മനസ്സിലാക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളകൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ്. പക്ഷെ എനിക്ക് കഴിക്കാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് ഞാൻ പൊതുവെ പച്ചമുളക് ഇടാറില്ല. പിന്നെ ഇന്നിത് ഞാൻ മാത്രമല്ല കഴിക്കുന്നത്, അതുകൊണ്ട് നമുക്കിതിന്
പച്ചമുളക്, 2 പച്ചമുളക് നല്ല അടിപൊളിയായിട്ട് കീറിയ പച്ചമുളക് ഇതിലേക്ക് ഇട്ടിരിക്കുകയാണ്. ആഹാ. ഇനി ഇതിലുള്ളത് ഈ ചുമന്ന നിറത്തിലുള്ള തക്കാളിയാണ്. ഈ തക്കാളി 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 നമുക്ക് തക്കാളി കൂടി വന്നപ്പോഴത്തേക്ക് മട്ടൻ അങ്ങ് കളർഫുൾ ആവുമല്ലോ. ശരിക്കും എനിക്ക് ആ മുളകിൻ്റെ ആ ഒരു ഫീലുണ്ടല്ലോ, അതെനിക്ക് ഇങ്ങോട്ട് മൂക്കിലേക്ക് അടിച്ചു. എനിക്ക് ഒരു വിഷമേ ഉള്ളൂ, നിങ്ങൾക്കിത് കഴിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. കാരണം ഈ ഉള്ളിയും ആ മുളകും ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഉള്ളിയും കൂടി മിക്സ് എല്ലാ കറിക്കകത്ത് അത് രണ്ടും ഉണ്ടെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടം. ബസ് മാങ്ങ കറിക്കകത്ത് നമുക്ക് ഇടാൻ പറ്റില്ല. സോ ഞാൻ മാങ്ങക്കറി കൂട്ടാറില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മസാലകൾ ഇടാൻ സമയമായി. മുളക് പൊടിയാണ്. മുളക് പൊടി നിങ്ങളുടെ എരിവ് എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ ഇടാം. ഇതിപ്പം 1 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. ഇങ്ങനെ വാരി വിതറി നമുക്ക് മുളക് പൊടി ഇടാം. ഓ നോ, ഭയങ്കര ബഹളം, ഭയങ്കര ബഹളം. അത് കഴിഞ്ഞ് മല്ലിപ്പൊടി എന്താണെന്നറിയില്ല, അപ്പം ഈ സാധനങ്ങൾക്കൊന്നും ഒരനുസരണയില്ല, വെറുതെ ബഹളമൊക്കെ. ഇനി 1 സ്പൂൺ മല്ലിപ്പൊടി. നമുക്കിതിലേക്ക് 1 സ്പൂൺ മട്ടൻ മസാല വളരെ കഷ്ടപ്പെട്ടിട്ട് വേണം ഇതിനകത്തുനിന്ന് എടുക്കാൻ. എന്നിട്ട് എന്താ അനുസരണയില്ലാണ്ട് മട്ടൻ മസാല ഇത്രയും മതി, കുറച്ച് മതി, 1 സ്പൂൺ. പക്ഷേ അമ്മ പറയുന്നു കുറച്ച് കൂടി ഇടണം, സൈഡിലത്തെ അമ്മ പറയുന്നുണ്ട്. അമ്മയ്ക്ക് ഇത്രയും പോരാൻ തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഈ മസാല ഇതിലേക്ക് പിടിച്ചു കഴിഞ്ഞു. നല്ല ശരിക്കും പറഞ്ഞാൽ ഈ മട്ടനിലേക്ക് ഇത് ഇടുന്നതിന് മുന്നേ ഈ മസാല നമുക്ക് ഒരു വെറും മസാലയായിട്ട് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. ആ സ്മെല്ല് തന്നെ എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. പക്ഷേ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞല്ലോ, മട്ടൻ ഈ മസാലയ്ക്കായിട്ട് കാത്തിരിക്കുന്നതുകൊണ്ട് ഈ മസാല നമുക്ക് മട്ടൻ തന്നെ കൊടുക്കാം. അങ്ങനെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനകത്തേക്ക് ഈ മസാല നമുക്ക് അതിലേക്ക് അങ്ങോട്ട് ചേർക്കാം. നമുക്ക് ഇതിന് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. കറക്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ്. കുറച്ച് കറിവേപ്പില ബാക്കിയുണ്ട്, നമുക്ക് അതൊന്ന് അതിന്റെ മുകളിലൊന്ന് ഗാർണിഷ് എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ ആ ഒരു അതിലേക്കൊന്ന് ഇഴുകി ചേർന്നോട്ടെ കറിവേപ്പില. ഒന്ന് ഇതിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് 1 വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കുക്കർ നമ്മളിങ്ങനെ ഷൂ എന്ന് വിളിക്കും. അയ്യോ, കുക്കർ അടയുന്നില്ല. നമുക്കിത് ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അതുവരെ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനുണ്ടെങ്കിൽ ഇതുപോലെ ജ്യൂസൊക്കെ കുടിച്ച് വെയിറ്റ് ചെയ്തിരിക്കാം. അല്ലെങ്കിൽ സിനിമ കാണാം. ബട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം, കുക്കർ 1 വിസിൽ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ തിരിച്ചെത്തിയിരിക്കും. മട്ടൻ കറി നല്ല സ്റ്റൈലായിട്ടുണ്ട്. മട്ടൻ ഡിങ്കിരി. അപ്പോൾ കറക്റ്റ് ഉപ്പ്, കറക്റ്റ് മുളക്, എല്ലാ മസാലകളും അസലായിട്ടുണ്ട്. ഞാൻ കുക്ക് ചെയ്തുകൊണ്ട് പറയല്ല, പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു.
ഈ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എനിക്കിതിൻ്റെ ഫീഡ്ബാക്ക് തരിക. അപ്പോൾ ഈ ചോറ് നല്ല ചൂട് ചോറ് സൈഡിലിരിക്കുന്നുണ്ട്. ഇതിങ്ങനെ ലേശം ഈ ഇലയിൽ കഴിക്കുമ്പോൾ ഉള്ളൊരു സ്വാദുണ്ടല്ലോ, പറഞ്ഞറിയിക്കാനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇലയിൽ കഴിക്കാനാണ്. ഉഗ്രൻ ഉഗ്രൻ ഉഗ്രൻ. സോ മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് മെയിൻ കാര്യം. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എല്ലായിടത്തും ഷെയർ ചെയ്യുക. ഈ റെസിപ്പി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി യമ്മി, വെരി ടേസ്റ്റി. അപ്പോൾ ഇനി പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. വെളിച്ചെണ്ണ നമ്മൾ അത് ഒഴിക്കുക. വഴറ്റുമ്പോൾ വഴറ്റി കഴിഞ്ഞാൽ ഇത് രണ്ടും അതിലിടുക. മറ്റേ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ബ്രൗൺ കളർ ആകുമ്പോഴേ മസാല ഇടാൻ പാടുള്ളൂ. ഡാർക്ക് ബ്രൗൺ ആകുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. മഞ്ഞപ്പൊടി ഒരു പേരിനിട്ടേക്കും. കാരണം ഓൾറെഡി മട്ടനിൽ വേവിച്ചതാണ്. മഞ്ഞപ്പൊടി